ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അബുദാബിയിലെ ബാബ്സ് ടെമ്പിളും എല്ലാമായിട്ട് ഒരു കുട്ടി വ്ലോഗാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അബുദാബിയിലെ സെക്കൻഡ് ഡേ ആണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ആണ്. ഉച്ചയ്ക്ക് ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളിതാ ഗ്രാൻഡ് മോസ്കിൽ എത്തിയിരുന്നു കേട്ടോ. ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് 4-5 വർഷത്തിന് മീതിയായി. അതുകൊണ്ട് ഇവിടുത്തെ ഡ്രസ് കോഡ് മാറിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുത്തെ ഡ്രസ് കോഡ് കംപ്ലീറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അനുമതി തരുള്ളൂ. ഈവൻ നമ്മൾ മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ആ റൂൾസ് പ്രകാരം വേണം നമ്മളെ ഡ്രസ് രീതി. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ഷോപ്സ് ഇപ്പോൾ ഒരു ബിസിനസ് ആക്കിയിരിക്കുകയാണ് ഈ പർദ്ദ വിൽക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് വാങ്ങിക്കുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. മുന്നൊക്കെ ഈ പർദ്ദ നമുക്ക് അവിടെ പോകുമ്പോൾ ഫ്രീ ആയിട്ടാട്ടോ ഗവൺമെൻറ് തന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പർദ്ദ വാങ്ങിച്ചു. അങ്ങനെ നമ്മളിതാ ദ ഗ്രാൻഡ് മോസ്കിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു വിസ്മയ ലോകം തന്നെയാണ് കേട്ടോ ഈ മോസ്കിൻ്റെ. എനിക്ക് നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറും പിന്നെ ഇങ്ങനത്തെ കൊത്തുപണികളും എല്ലാം കൂടി കാണുമ്പോണ്ടല്ലോ അതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക എനർജി എവിടുന്നൊക്കെയോ വരും. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ തോന്നുക. എന്തൊക്കെ കാഴ്ചകൾ എവിടുന്നൊക്കെ തുടങ്ങണം എന്നുള്ള ഓവർ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും പിന്നെ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസിലൊക്കെ പോകുമ്പോഴുള്ള ഒരു അവസ്ഥ. എന്തായാലും ഈ മോസ്കിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ അബുദാബിയിലാണ് ഈ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണിത്. അതുമാത്രമല്ല, വലിപ്പത്തിൽ ലോകത്തിലെ തന്നെ 8ാമത്തെ പള്ളിയാണ് ഈ കാണുന്ന അബുദാബി ഗ്രാൻഡ് മോസ്ക്. ഈ പള്ളിയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് 1996 കേട്ടോ. ഇവിടെ ഒരേ സമയം 40,000 പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ഗ്രാൻഡ് മോസ്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ ഡിസൈൻ. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് യൂസഫ് അബ്ദേൽക്കിയാണ്. ഈ അത്ഭുതകരമായ മാസ്റ്റർ പീസിൻ്റെ ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസസ് എവിടെ നിന്നൊക്കെ വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ. ഈജിപ്തിലെ അബു അൽ അബ്ബാസ് അൽ മുർസിയുടെ അലക്സാൻഡ്രിയൻ, മുഗൾ, പേർഷ്യൻ പള്ളികളുടെയും പാകിസ്ഥാനിലെ ലാഹോറിലെ ബാദ്ഷാഹി പള്ളിയുടെ സ്വാധീനവും പോരാതെ മൂറിഷ് ശൈലിയിലുള്ള കമാനങ്ങൾ, ക്ലാസിക്കൽ അറബ് ശൈലിയിൽ മിനാരങ്ങൾ എന്നിവയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡ്രസ് കോഡ് മാറിയതറിയാതെ ഇവിടെ വന്നിട്ട് അബായ മേടിക്കേണ്ടി വന്നു. 50 ദിർഹമാണ് ഈ അബായയ്ക്ക് നമ്മൾ കൊടുത്തത്. പലതരത്തിൽ പല കളറിലുള്ള അബായകൾ നമുക്കിവിടുന്ന് മേടിക്കാൻ അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും ഇത് മേടിച്ചത് തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഈ ഒരു അബായൊക്കെ ധരിച്ച് പള്ളിയുടെ ഉള്ളിൽ വന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരുപാട് സ്ഥലം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അപ്പോൾ ഓടി കളിക്കാനുള്ള ഒരു ടെൻഡൻസി രുദ്രയ്ക്ക് വന്നിട്ടുണ്ട്. അതാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത്. അതുമാത്രമല്ല, ഈ പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് കൗതുകകരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എടുത്തു പറയുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സംഭവം തന്നെ അവനെന്തോ ഒരു വലിയൊരു ബോളാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ പക്ഷേ ഇളക്കാനേറ്റ പറ്റുന്നുമില്ല. കുറച്ചേരൊക്കെ അവിടെ നിന്ന് ഉരുട്ടാനൊക്കെ നോക്കി, പക്ഷേ കാര്യം നടക്കണില്ല എന്ന് കണ്ടപ്പോൾ മൂപ്പര പരിപാടി നിർത്തി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ദേ അച്ഛൻ്റെ കൈയും പിടിച്ച് നടന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തത്തെ ചൂടിൻ്റെ കാഠിന്യം നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് ഏൽക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ അബായൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. UAEയുടെ അന്തരിച്ച പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ആണ് ഈ പള്ളിയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇസ്ലാമിക ലോകത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ വാസ്തുവിദ്യയുടെയും കലയുടെയും ചരിത്രപരവും ആധുനികവുമായ മൂല്യങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഒരു ഘടന സ്ഥാപിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിൻ്റെ ഒരു സമ്പൂർണ്ണ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. 2004 ഷെയ്ഖ് സായിദ് അന്തരിക്കുകയും അദ്ദേഹത്തെ ഈ പള്ളിയുടെ മുറ്റത്ത് അടക്കം ചെയ്യുകയും ചെയ്തു. ഈ പള്ളിയുടെയൊക്കെ ഉള്ളിൽ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഈ ഡിസൈൻ, ഈ ആർക്കിടെക്ചറൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ട് നിന്ന് പോകും.
എന്താ പറയുക, ആ ഒരു ഇസ്ലാമിക് കൾച്ചറിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയൊക്കെ ഒരു സമ്മേളനം തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. ഈ ഒരു പള്ളി ഡിസൈൻ ചെയ്ത വ്യക്തി മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ മനുഷ്യന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമുക്ക് കൊടുക്കണം. അത് ഈ ഒരു പള്ളിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് നിർമ്മിതികൾ നമ്മുടെ ഈ ലോകത്ത് ഒരുപാടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ കാണുന്ന ഓരോ വലിയ നിർമ്മിതികളും. ഒരു പ്ലേസ് വന്ന് കാണുക എന്നതിലുപരി അതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററിയും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട ഒരു ബഹുമാനം, അതിന് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. എന്തായാലും പള്ളിയിലെ പ്രധാന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചൂടുകാലമാണെങ്കിലും അത്യാവശ്യം വിസിറ്റേഴ്സിൻ്റെ തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വേഗം നടന്ന് നീങ്ങാണ്. അതുമാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ നടന്ന് കാണാനും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പകൽ കാണുന്ന ഈ ഭംഗിയല്ല രാത്രി ഈ പള്ളിക്കുള്ളത്. ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് വേറൊരു മായാലോകം തന്നെയാണ് കേട്ടോ രാത്രി ഈ പള്ളിയുടെ കാഴ്ച. എന്തായാലും ഇതൊക്കെയാണ് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.